ഹായ് ഹലോ അസ്സലാമലൈക്കും. നൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെ ഉണ്ടെന്ന് എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെ അല്ലേ? അപ്പം നമുക്കിന്ന് രാവിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ തീറ്റ കൊടുത്ത് ഓലെയൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറക്കിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയ മീൻ ഇപ്പം ഇതാണ്. അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊന്ന് കറിയും വെക്കാം, കുറച്ച് പൊരിച്ചും ചെയ്യാതെ കേട്ടോ. മക്കൾക്കൊക്കെ പിന്നെ കൊടുത്തയച്ചു, ഓലൊക്കെ പോയി. അത് കട്ട് ചെയ്യാൻ മാത്രം മൂർച്ചം കുറച്ച് കുറവാണ് കത്തിക്ക്. ഇങ്ങനത്തെ ആകുമ്പോൾ നല്ല മൂർച്ചം വേണം കത്തി, എന്നാലേ നമ്മൾ മുറിച്ചുമ്പോഴത്തേന് വരുള്ളൂ. അങ്ങനെ കുറച്ച് പിന്നെ കറിക്ക് കൊടുത്തയച്ചു മുറിച്ചത്, കുറച്ചെടുത്ത് പൊരിച്ചതിലേക്ക് മസാല കൂട്ടി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ മീനൊക്കെ നമ്മൾ എപ്പോഴും കാണിച്ചതല്ലേ, അതൊക്കെ അടുപ്പത്ത് വെച്ച് ഇതൊക്കെ ഒന്ന് വെന്തിട്ട് വേണം നമുക്ക് ഇന്ന് കുറച്ച് മോരുണ്ടാക്കാൻ എഴുതിയിരിക്കണം. മോര് പറഞ്ഞാൽ സംഭാരം കേട്ടോ. അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്കും തന്നോളി കേട്ടോ. പിന്നെ ഇഷ്ടമായ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റും ഇടുക. അപ്പോൾ ഇന്ന് നമ്മൾ അരച്ചൊന്നും അല്ല വെക്കണം കേട്ടോ, പുളി വെക്കുകയാണ്. അപ്പോൾ പുളി വെക്കണമൊക്കെ നമ്മൾ എന്നും കാണിച്ചതല്ലേ, അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ഇടണമൊക്കെ ഒന്നും പറയണില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്തൊക്കെയുണ്ട്, മഴയൊക്കെ ഉണ്ടോ എല്ലാവർക്കും? നമുക്കിവിടെ മൂടിങ്ങോണ്ടാട്ടോ, ഭയങ്കര മഴക്കാറ് മൂടിങ്ങോണ്ടാണ്. അങ്ങനെ ഒന്നിനും തോന്നാത്തൊരു ദിവസമാണല്ലോ. ഇങ്ങനെ മൂടിങ്ങോണ്ട് നിന്നാൽ ഞമ്മക്കൊരു സുഖം കിട്ടൂലല്ലോ. നമ്മളും ഒരു മണ്ണുന്ന കോഴിക്കുട്ടികളെ മാതിരിയേക്കാരം. അപ്പം അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി, ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടു കേട്ടോ. ഒക്കെ ഇട്ടുങ്ങാണ്ട് നമുക്കിത് കുറച്ചൊന്ന് കുറുക്കി പിന്നെ പുളിമുളക് വെക്കാം. പിന്നെ ഇതിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് വേഗം മറ്റേ അടുപ്പത്ത് തന്നെ പെട്ടെന്ന് മീനും കൂടിയും പൊരിച്ചാട്ടോ. അപ്പം മീനും കൂടിയും പൊരിച്ച് വെച്ചാൽ നമ്മൾ അടുക്കളപ്പണി അങ്ങോട്ട് തീരും. എന്നിട്ട് വേണം നമുക്ക് മോര് ഉണ്ടാക്കാൻ. സംഭാരം എപ്പോഴും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ ഉണ്ടാക്കലില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇതൊക്കെ ഇനി ഇവിടെ കടന്നൊന്ന് വേകട്ടെ. ഒരുമാതിരത്തെ ഒരു കാലാവസ്ഥ അല്ലേ. അതിൻ്റെ ഇടയിൽ ഞാൻ കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് ചീനമുളകില്ലേ, ചീനാപ്പറങ്കി, കാന്താരി, അതെടുക്കാൻ പോയി. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ചെറുനാരങ്ങൻ്റെ ഇല ഉണ്ടോ നോക്കാനും കൂടിയാണ് പോയത് കേട്ടോ. അങ്ങനെ നമുക്ക് ആവശ്യത്തിന് തിരയുമ്പോൾ അതൊന്നും കിട്ടൂലല്ലോ, ചെറുനാരങ്ങൻ്റെ ഇല. അപ്പം അത് കിട്ടിയില്ല കേട്ടോ. അതും കൂടി നമ്മൾ ഈ മോര് ഉണ്ടാക്കണ വെള്ളത്തിൽ ഇട്ട് അടിച്ചാൽ ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പോൾ കാന്താരി മുളകും കുറച്ച് ചെറിയുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കറിവേപ്പിൻ്റെ ഇലയും 2 കുരുമുളകും എല്ലാം കൂടിയും കൂട്ടിങ്ങാണ്ടാട്ടോ അത് ഉണ്ടാക്കണത്. എന്തോ ഒരു ടേസ്റ്റാണ് എന്നറിയാം, ഭയങ്കര ടേസ്റ്റാണ്. ഉപ്പൊക്കെ പാകത്തിനൊക്കെ ഇട്ടിട്ട് നമ്മളിതുണ്ട് അടിച്ചെടുത്താണ്ടല്ലോ മതിയാക്കൂല. നല്ല ചൂടുള്ള സമയത്ത് നല്ല കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചിങ്ങാണ്ട് അങ്ങോട്ട് കുടിച്ചാണ്ടല്ലോ നമ്മളെ ക്ഷീണമൊക്കെ ഏയിലെ പോയി എന്ന് കരുതും. അത്ര ടേസ്റ്റാട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ മോരും വെള്ളം, അതായത് സംഭാരം ഉണ്ടാക്കുകയാണ്. അപ്പം ഇതേപോലെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം നമ്മളിത് മിക്സിൻ്റെ ജാറിലിട്ടിക്കണ്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. മോര് നല്ല കട്ടത്തൈര് ഉണ്ടെങ്കിൽ അതാട്ടോ നല്ലത്. എൻ്റെ കയ്യിൽ അതില്ലേനു. ഞാനപ്പോൾ സാധാ മോര് തന്നെയാണ്, നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത മോര് തന്നെയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചിട്ട് പിന്നെ നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിത് ഒന്ന് അടിച്ചെടുത്ത് വരട്ടെ. ഉപ്പ്
നോക്കുമ്പോൾ കുറച്ചും കൂടി ഉപ്പ് വേണോ എന്നൊരു തോന്നല്. അപ്പോൾ കുറച്ചും കൂടി ഇരട്ടെ കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ടു. അപ്പം ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമുക്കിതിൽ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല പുളി വേണം, എന്നാലാണ് നല്ല ടേസ്റ്റ് കിട്ടുക. നല്ല പുളിയില്ല മോരും വെള്ളം. അതിക്ക് നമ്മൾ ഈ കാന്താരി മുളകും ഇതൊക്കെ പറഞ്ഞിട്ടാൽ എന്താ രസം എന്നറിയോ. അപ്പം അങ്ങനെ ഇനി നമുക്കിത് കുടിച്ചാൽ, ഞങ്ങൾ രണ്ടാളിൻ്റെ ഉൾപ്പെടെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഓരോ ഗ്ലാസ് എടുത്ത് കുടിച്ചാട്ടോ. ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. ലൈക്ക് തരാൻ ആരും മറക്കണ്ട. അടിപൊളിയാട്ടോ മക്കളെ, അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.